ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ കുറേ ഇതുണ്ട്. ഈ ഫ്ലവേഴ്സ് നിങ്ങൾ കാണുന്നില്ലേ, ഇതിനെ പറയും ആവാരം പൂ എന്ന് പറയും. ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം ടാനേഴ്സ് കാഷ്യ എന്ന് പറയും. ഇതിന് കുറേ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇത് ഇവിടെ അബണ്ടൻ്റ് ആയിട്ട് കിട്ടും. കാണുന്നില്ലേ, ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇത് മിക്ക റോഡ് സൈഡുകളിലും കാണുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. ഒരിക്കലും ഇത് കണ്ടാൽ വെറുതെ കളയരുത്, അത് എടുത്ത് വെക്കേണ്ടത് വേണം. ബിക്കോസ് അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റാണ് ഇത്. കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഇത് എല്ലാ സീസണിലും എല്ലാ സീസണിലും ഉള്ള ഒരു പ്ലാന്റ് ആയിരിക്കും. ഓൾവേസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറേ ബട്ടർഫ്ലൈസിനെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ. ഓക്കെ, ഈ ഒരു സമയത്ത് എന്താണെന്നറിയില്ല, ബട്ടർഫ്ലൈസ് ഒരു ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈസ് അധികം ഈ സമയത്ത് ഇല്ല. ഇതിന് കുറേ മെഡിസിനൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഷുഗർ പേഷ്യൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുൾ ആവുന്നത്. നോക്കാം, നമുക്കറിയാം പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ല് അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പറയാം. ഷുഗർ പേഷ്യൻ്റ് ഇത് കുറേ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ എടുത്ത് നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് അതിപ്പോൾ മോർണിംഗ് ആൻഡ് നൈറ്റ് നമ്മൾ ചൂടുവെള്ളത്തിലോ ഇല്ലെങ്കിൽ മിൽക്കിൻ്റെ കൂടെയോ ഇതിൻ്റെ ഈ പൊടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് കുടിക്കുവാണെങ്കിൽ ഷുഗർ പേഷ്യൻറ്റ് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഡയബറ്റീസിന് വളരെ നല്ലൊരു സംഭവം. വേറൊരു ഇത് പറയുമ്പോൾ നമ്മളുടെ എല്ലാവർക്കും സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. സോ ഈ സ്കിന്ന് നല്ല ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു ഗുണം കിട്ടും. സോ എല്ലാവരും തന്നെ ഇത് യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ഗുണം അറിയുന്ന പലരും ഇത് ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി പൊടിച്ച് ആ ഒരു പേസ്റ്റ് നമ്മൾ മുഖത്ത് ഇടുവാണെങ്കിൽ, കുറച്ച് ഹണി അതുപോലെ ഗ്ലിസറിൻ്റെ കൂടെയൊക്കെ ഇടുവാണെങ്കിൽ മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓൾസോ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻസ് അതുപോലെ എന്തെങ്കിലും പിമ്പിൾ അങ്ങനത്തെ എല്ലാം ഉള്ളവർക്ക് തന്നെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതിൻ്റെ പ്ലാന്റിൻ്റെ ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ എപ്പോഴും ഇത് പൂത്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഇത് ഉണങ്ങോ അങ്ങനത്തെ ഒരു ഇത് സംഭവമില്ല. ഓക്കെ, പിന്നെ വേറൊരു ഇത് പറയുമ്പോൾ നമ്മൾക്ക് ഈ ഐ ഇൻഫെക്ഷൻസ്, പിങ്ക് ഐ എന്നൊക്കെ പറയുന്നില്ലേ, ഒരാളുടെ കണ്ണിന് വല്ല അലർജി ഉണ്ടെങ്കിൽ കണ്ണ് ചുവക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾക്ക് ഇതിൻ്റെ ഇത് നന്നായി സ്ക്യൂസ് ചെയ്തിട്ട് കുറച്ചൊരു അതിൻ്റെ ലിക്വിഡ് ഒഴിച്ച് ഇത് ഐ ഇൻഫെക്ഷൻസിനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ദോശ അതിലൊക്കെ ചില പേരൊക്കെ ഇതിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കും. നല്ലൊരു ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഓൾസോ ടേസ്റ്റ് മേക്കർ കൂടിയാണ് നമ്മളുടെ ഈ ആവാരം പൂ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് നമ്മൾ അറിയാത്ത കുറേ ഇങ്ങനെ പ്ലാന്റ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. സോ ഇതിനൊക്കെ നല്ല മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. നമ്മൾ തുളസിയൊക്കെ അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾക്കറിയാം. അതുപോലെ തന്നെ അറിയപ്പെടേണ്ട നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഈ ഒരു പൂ കിട്ടുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. വീട്ടിൽ പോവുക, ഡ്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഉണക്കാത്തത് എങ്ങനെയാണെങ്കിലും ദോശയോ എല്ലാത്തിനും ആർക്കെങ്കിലും ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.